വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ 3 ടെക് മീഡിയ. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഇൻസ്റ്റഗ്രാം തുറന്നാൽ ഇപ്പോൾ 2 ദിവസമായി ഇപ്പോൾ കാർട്ടൂൺ പോലത്തെ ഫോട്ടോസ് ആയിരിക്കും കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലത്തെ ഫോട്ടോസ് ആയിരിക്കും നിങ്ങൾ ഇപ്പോൾ ഇൻസ്റ്റഗ്രാം 2 ദിവസമായി തുറന്നേരെ കാണാൻ സാധിക്കുന്നത്. അപ്പം അതുപോലുള്ള സ്റ്റിക്കർ ഫോട്ടോ എങ്ങനെ നമുക്ക് തന്നെ ഉണ്ടാക്കാനുള്ള ഒരു ആപ്പിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുതരാൻ പോകുന്നത്. അതിന് വേണ്ടി നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഇൻസ്റ്റഗ്രാം ഇപ്പോൾ ട്രെൻഡിങ് അയക്കുന്ന സംഭവമാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഒന്നും അറിഞ്ഞൂടാ. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പറഞ്ഞുതരാണ് എങ്ങനെയാണ് ആ സ്റ്റിക്കർ ഫോട്ടോ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് അറിയാത്തവർക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ ഗൈസ് നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ട ഇതുപോലെ പിക്സാർട്ടും ടൂണാപ്പുമാണ്. ഈ 2 ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ ടൂണാപ്പ് തുറന്നതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആയി കാണാൻ സാധിക്കുക. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ് നിങ്ങൾ സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഫേസ് അനലൈസ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫേസ് മുഴുവൻ സൂം ചെയ്ത് അതിൻ്റെ പാകത്തിന് വെക്കുക. അതിനുശേഷം മുകളിലുള്ള ടിക്ക് മാർക്ക് നിങ്ങൾ കൊടുക്കുക. അതിനുശേഷം ഇത് ഫാസ്റ്റായിട്ട് പെട്ടെന്ന് സേവ് ആയി കഴിയും. അതിനുശേഷം ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൽ നിങ്ങൾ ഒരുപാട് ഫിൽറ്റേഴ്സ് ഉണ്ട് ഗൈസ്. ഇതൊക്കെ നിങ്ങൾ ഇങ്ങനെ മാറ്റി നോക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള ഫിൽറ്റേഴ്സൊക്കെ ആക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫിൽറ്റർ ഞാൻ ആക്കിയെടുക്കുകയാണ് ഗൈസ്. അപ്പോൾ അടിയിൽ നിങ്ങൾ കണ്ടില്ലേ ഇഷ്ടം പോലെ ഫിൽറ്റേഴ്സാണ് ഗൈസ്. ഫുള്ള് സെറ്റ് ഫിൽറ്റേഴ്സാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ട്രെൻഡിങ് അയക്കുന്ന സംഭവമാണ് ഗൈസ്. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഫിൽറ്റേഴ്സ് എന്ന് വെച്ചാൽ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ ഗൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫിൽറ്റർ എടുത്ത് ഫിൽറ്റർ എടുത്ത് സേവ് അപ്ലി കൊടുത്തതിന് ശേഷം ഞാൻ സേവ് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ സേവ് ചെയ്തതിന് ശേഷം ഇവിടെ സേവ് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്നും കൂടി ഇവിടെ സേവ് ഒന്നും കൂടി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഫുള്ള് ബാക്ക് അടിച്ചതിന് ശേഷം നമ്മൾ പിക്സാർട്ട് എടുക്കുക. അതിൻ്റെ ലിങ്കും എൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പിന്നെ പിക്സാർട്ട് എടുത്തതിന് ശേഷം നിങ്ങൾ ഇതുപോലുള്ള ഈ 3 ഫോട്ടോസ് ഉണ്ടല്ലോ, അതുപോലെ തന്നെ ആ 3 ഫോട്ടോസ് ഏതെങ്കിലും ഇഷ്ടമുള്ളൊരു ഫോട്ടോസ് വെക്കുക. അപ്പോൾ ഗൈസ് ഈ ഫോട്ടോൻ്റെ ലിങ്കും ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. ഈ ഇമേജസിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അടിയിലോട്ടേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ എബൌട്ട് ഫോട്ടോ എന്നുള്ള സെക്ഷൻ കാണും. അപ്പോൾ ആ എബൌട്ട് ഫോട്ടോ എന്ന് പറയുന്ന സെക്ഷന് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ നിങ്ങൾ ഇതുപോലെ ഈ 3 ഫോട്ടോയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ 3 ഫോട്ടോയിൽ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഞാൻ ഈ 3 ഫോട്ടോയിൽ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ വെച്ചു. അതിനുശേഷം നമ്മൾ നേരത്തെ ടൂണാപ്പിൽ എഡിറ്റ് ചെയ്ത് വെച്ച ഫോട്ടോ നമ്മൾ എബൌട്ട് ഫോട്ടോയിൽ ഒന്നും കൂടിയും പോയതിന് ശേഷം നമ്മൾ ടൂണാപ്പിൽ എഡിറ്റ് ചെയ്തത് നമ്മൾ ഒന്നും കൂടിയും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളത് ഒന്നും ക്ലിക്ക് ചെയ്ത് പിന്നെ മുകളിൽ ആഡ് കൊടുക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ആഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് ഇറേസ് ചെയ്തെടുക്കണം. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ ഇറേസ് ചെയ്തെടുക്കണം. അതിന് ഇവിടെ ക്രോപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഗൈസ്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിന് ശേഷം നിങ്ങളൊന്ന് ക്രോപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ക്രോപ്പ് ചെയ്തതിന് കൊടുത്തതിന് ശേഷം മുകളിലുള്ള ടിക്ക് മാർക്ക് ഒന്ന് കൊടുത്ത് സേവ് ചെയ്യുക. അപ്പം സേവ് ചെയ്തതിന് ശേഷം നിങ്ങൾ സേവ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഒന്നും കൂടി അടിയിൽ കുറച്ച് അങ്ങോട്ടൊന്ന് സ്ക്രോൾ ചെയ്യുക. പിന്നെ ഏറ്റവും അവസാനം ക്രോപ്പ് എന്ന് പറഞ്ഞ വേറൊരു ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാം. സോ അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിൽ 3ാമത്തേതായിട്ടുള്ള ഇറേസ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഈ ഫോട്ടോൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇറേസ് ചെയ്യുക. അപ്പം അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പകുതി പണിയും കഴിഞ്ഞു. അപ്പോൾ അതാ കാശ് ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൽ. അപ്പോൾ കാശ് നിങ്ങളെല്ലാം ഒന്ന് ഇറേസ് ചെയ്ത് കൊടുക്കുക. ഈ ഇറേസ് വെച്ച് നിങ്ങളുടെ ഫോട്ടോൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ നല്ലോണം ഒന്ന് ഇറേസ് ചെയ്തെടുക്കുക. എന്നാൽ നിങ്ങൾക്ക് നല്ല കംഫർട്ടായിട്ട് നല്ലോണം ഒന്ന് കിട്ടുന്നതായിരിക്കും. നമ്മളെ അതിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് കിട്ടും. അപ്പോൾ കാശ് ഞാനിവിടെ ഇറേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇറേസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സേവ് കൊടുത്തിട്ടുണ്ട്. സേവ് കൊടുക്കുക. സേവ് കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടേക്ക് ബാക്ക് അടിച്ചതിന് ശേഷം നമ്മൾ
എന്താ പറയുക നമ്മളെ അടിയിലോ നമ്മുടെ എന്താ പറയുക നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ നമ്മുടെ ഫേസ് ഇറക്കി വെക്കുക. നമ്മൾ കറക്റ്റ് പൊസിഷനിലാണ് ഗൈസ് വെക്കേണ്ടത്. കറക്റ്റ് പൊസിഷനിൽ വെച്ച് കൊടുക്കുക ഗൈസ്. അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഗൈസ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ മുകളിലുള്ള ടിക്ക് മാർക്ക് സേവ് ചെയ്ത് കൊടുക്കുക ഗൈസ്. അപ്പം നമ്മൾ മുകളിലുള്ള ടിക്ക് മാർക്ക് സേവ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഗാലറിയിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ച ഫോട്ടോ. അപ്പോൾ ഗൈസ് ഈ കാണുന്ന ഈ ഡ്രസ്സിൻ്റെ അതുപോലെ തന്നെ ഈ ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെടാൻ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ് മാക്സിമം നിങ്ങൾ 1K സബ്സ്ക്രൈബേഴ്സ് ഒപ്പിച്ചേരുക ഗൈസ്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുക, അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുക ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതിലും നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ക്യാമറമാൻ ബാബി ജവാദിനോടൊപ്പം ഈ സൈനിങ് ഔട്ട്.